ഏറ്റവും ബഹുമാനമുള്ള യോഗത്തിൻ്റെ അധ്യക്ഷൻ, പ്രിയങ്കരായ സദസ്സിലും വേദിയിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയങ്കരായ എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സമയം ഒരുപാട് ഇതിനു വേണ്ടി കളഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? കഴിയാറായി. എന്നെക്കുറിച്ച് ഒരുപാട് ആളുകൾ പറഞ്ഞതുകൊണ്ട് ഇനി അതൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ സ്ഥാപനം എപ്പോഴും നമ്മെ ചിന്തിപ്പിക്കുന്നതുണ്ട്. ഒരു വ്യക്തി ഇഷ്ടദാനം നൽകിയ 15 ഏക്കറാണ് വണ്ടൂർ യതീംഖാനയുടെ വിശാലമായ ഈ ക്യാമ്പസ്. അതിൻ്റെ ഒരു അറ്റത്താണ് നമ്മൾ ഇരിക്കുന്നത്. അത് ഞങ്ങളൊക്കെ വരുമ്പോഴുണ്ടായിരുന്ന കുഞ്ഞു വിദ്യാലയത്തിൽ നിന്ന് ഇന്ന് നമ്മളൊക്കെ കാണുന്നത് പോലെ യുപിയും ഹൈസ്കൂളുമായി നിൽക്കുകയാണ്. അതുപോരാ, നമുക്ക് ഇനിയും വളരാനും വലുതാകാനുമുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. നമുക്കതിനുള്ള ഒരു നല്ല ടീം രൂപപ്പെടുത്തുകയും പ്രവർത്തിക്കുകയും ചെയ്ത നമ്മുടെ നാടിന് കുറെ കൂടി ഉപകാരമുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റാൻ കഴിയും നമ്മളുടേത്. അങ്ങനെയാണല്ലോ ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചു പോകുന്നുണ്ട്. ഈ കൊച്ചു കലാലയത്തിൽ നിന്ന് ഞാനും സഫിയ ടീച്ചറും അടങ്ങുന്ന ഈ ഇരിക്കുന്ന ആളുകൾ പഠിപ്പിച്ചതിൽ നിന്ന് ഡോക്ടർമാരും എഞ്ചിനീയർമാർക്കും അപ്പുറത്ത് വിദഗ്ധരായ മറ്റു മേഖലകളിൽ സ്ഥാനത്തെത്തിയവർ ഈ കൂട്ടത്തിലുണ്ട്. ഐസറിൽ പഠിച്ച കുട്ടികളുണ്ട്, IITയിൽ പഠിച്ച കുട്ടികളുണ്ട്, വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളെ ഞാൻ 2 കൊല്ലം മുമ്പത്തെ മാമാങ്കത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തരെയും പരിചയപ്പെടുത്തി തന്നിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജോലി ചെയ്യുകയല്ല, അവർ പഠിക്കുകയാണ്. അത്തരം കുട്ടികളൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നും നിയന്ത്രിക്കുമ്പോൾ ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് സെന്റർ എന്ന രീതിയിൽ നമ്മുടെ മഹത്തായ യതീംഖാന സ്കൂളിനെ പുതിയൊരു പേരിട്ട് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു പുതിയ മേഖലയിലേക്ക് കൊണ്ടുപോകാനുള്ള യജ്ഞം ഇവിടെ ഇരിക്കുന്ന എൻ്റെ ബാക്കി വരുന്ന ശിഷ്ടമുള്ള സഹപ്രവർത്തകർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങളെ എല്ലാവരെയും അതിന് ഭാഗഭാക്കാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് എനിക്കിന്ന് പ്രസംഗിക്കാനുള്ളതൊക്കെയും. ശാന്തമായ ഈ സ്ഥലം, മികച്ച സ്ഥാപനങ്ങൾ, എന്തുകൊണ്ടും നമുക്കാണെങ്കിൽ മികച്ചൊരു ക്യാപ്ഷനുമുണ്ട്. നാടിൻ്റെ വീടായ വിദ്യാലയം. എവിടെ ചെന്നാലും വണ്ടൂർ യതീംഖാന സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മെ അറിയുന്നവരൊക്കെ അടുത്ത വാക്കായിട്ട് അത് പറയും. കാരണം നമ്മുടെ ഓടുന്ന ബസ്സിലൊക്കെ അത് എഴുതി വെക്കുന്ന കാരണത്താൽ എല്ലാവർക്കും അത് ഇഷ്ടവുമാണ്, പറയാറുമുണ്ട്, തമാശക്കും പറയാറുണ്ട്. എന്തായാലും ആസ്വദിച്ചാണ് നമ്മളതൊക്കെ കേൾക്കാറ്. ഇവിടെ പഠിപ്പിക്കുന്നവരില്ല, പഠിക്കുന്നവരുമില്ല. എല്ലാവരെയും പഠിപ്പിക്കുന്നു, എല്ലാവരിൽ നിന്നും പഠിക്കുന്നു എന്ന് പറഞ്ഞും അഭിമാനപൂർവം പല സ്ഥലങ്ങളിലും നമ്മുടെ സ്കൂളിനെ നാം ബ്രാൻഡ് ചെയ്യാറുണ്ട്. എല്ലാ അധ്യാപകരും പറഞ്ഞതുപോലെ 1990 ഇവിടെ വന്ന് TTC-കാരനാണ്. 20ാമത്തെ വയസ്സിൽ ഞങ്ങൾ രണ്ടാളും ഒരേ പ്രായക്കാരാ. എന്നേക്കാൾ ഒരു വർഷം നേരത്തെ ജോലിയിൽ കയറിയ ആളാണ് പ്രിയങ്കരിയായ സഫിയ ടീച്ചർ. അത് കഴിഞ്ഞാൽ ഞാൻ വരുന്നത്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ സ്കൂളിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും നിങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെ ഡിഗ്രി ചെയ്ത് ബി.എഡ് പഠിക്കുമ്പോഴാണ് വിവാഹം കഴിക്കുന്നത് റംല ടീച്ചർ. അത് കഴിഞ്ഞ് പിന്നെ PG ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് SCRT-യുടെ ട്രെയിനർ എന്ന രീതിയിൽ അഡോപ്റ്റ് ട്രെയിനർ എന്ന ഒരു ബിരുദവും SCRT സമ്മാനിച്ചു. ഇത്രയും അഡ്വാൻസ് ആകുന്നത് വരെ അധ്യാപകരുടെ ട്രെയിനിങ്ങിനൊക്കെ താല്പര്യപൂർവ്വം വലിയ ഇഷ്ടമാണ് അതൊക്കെ പോവാൻ. അതൊക്കെ പോയി ചിലരൊക്കെ നമ്മളെ കളിയാക്കുക പോലും ചെയ്യുമായിരുന്നു. എന്നാലും അതൊക്കെ പോയി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. നമ്മേക്കാൾ വലിയ ആളുകളുടെ കൂടെ ഇരിക്കാൻ കഴിയും. അതിൽ നിന്ന് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. നമുക്കറിയാത്തൊരു കാര്യം ഒരു ഡോക്ടർ പറയുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടത്തോടു കൂടി അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ SCRT-യുടെ ആ കലാലയത്തിൽ അവരുടെ ക്യാമ്പസിൽ ഇരുന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച ആളുകളുടെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേട്ട് പഠിച്ച് അതിങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. അതൊക്കെ മുതൽ കൂട്ടിക്കൊണ്ട് ഇത്രയും നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 2-3 പ്രാവശ്യം PSC ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ പോയവരൊക്കെ ഇപ്പോൾ ADM-മാർ, ഡെപ്യൂട്ടി കലക്ടർമാരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ. അന്ന് പോകാൻ തോന്നിയില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ വരികയാണ്. അതിന് പോകാൻ തോന്നാതിരിക്കാൻ കഴിയുന്ന ഒരു ഉമ്മ ഉണ്ടായിരുന്നു എനിക്ക്.
നിങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ. പക്ഷേ നിങ്ങളെക്കാളൊക്കെ വലിയൊരു ഉമ്മയായിരുന്നു അത്. മനോഹരമായി സംസാരിക്കുന്ന, ഒന്നിനൊന്ന് പാട്ടുപാടുന്ന, എത്രയോ കഴിവുകളുള്ള. എനിക്ക് തോന്നുന്നു ഉമ്മയൊക്കെ ഒരു 5ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ഒക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മേക്കാൾ നല്ല ടീച്ചർമാരാകുമായിരുന്നു എന്ന്. അങ്ങനെയുടെ ഉമ്മയുടെ 1ാമത്തെ മകനായി ജനിക്കുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, കുട്ടികളോടാണ് പറഞ്ഞു തരുന്നത്. ഉമ്മക്ക് 36 വയസ്സായപ്പോ ശമ്പളം വാങ്ങിയിട്ട് ഉമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റി. ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വയസ്സിപ്പോഴെത്രയാണ്? നിങ്ങളുടെ ഉമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? 36 വയസ്സായപ്പോ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ശമ്പളം വാങ്ങാൻ കഴിയുക. കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിയാണ്. ഉമ്മയോടൊപ്പം കൃഷി, വീട്ടുകാര്യങ്ങൾ എല്ലാം പഠിച്ച്, ഉമ്മ പഠിപ്പിച്ച്, തറവാട്ടിൽ വളർന്ന്, അങ്ങനെ വളർന്ന് 20ാമത്തെ വയസ്സിൽ ജോലിക്കാരനായി വന്ന്, അത് കഴിഞ്ഞ് ഉപ്പ പഠിപ്പിച്ചവരുടെ പേരമക്കളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഉപ്പ പുളിശ്ശേരി എന്ന നമ്മുടെ സ്ഥലത്ത് പള്ളിയിലും മദ്രസയിലുമായി 11 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ജനിച്ചത് എന്ന് ഉപ്പ അഭിമാനപൂർവ്വം പറയും. അന്ന് ഉപ്പ പഠിപ്പിച്ചവരുടെ ബാക്കി മക്കളെയും പേരമക്കളെയുമാണ് ഞാനിപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കുടുംബം. പിന്നെ വന്നു കയറുമ്പോൾ ഇവിടെയുള്ള ആളുകൾ, ഹാജി KT കുഞ്ഞാലിക്കുട്ടി മാസ്റ്ററാണ് അന്നത്തെ ജനറൽ സെക്രട്ടറി. എന്നെ അധ്യാപകനായി നിയമിച്ചയാള്. ഇത്രയേറെ കഴിവും പ്രാപ്തിയുമുള്ള ഞാനും സമദ് മാഷും എപ്പോഴും ഒരുമിച്ചായിരിക്കും. സമദ് മാഷ് ആരാണ്, ഷെഫീഖ് മാഷ് ആണെന്ന് അറിയാത്ത കുറെ അങ്ങാടിക്കാരുണ്ടായിരുന്നു. 2ആളും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു ദിവസം ഞങ്ങളോട് 2ആളോടും പറഞ്ഞൊരു കാര്യം, നമുക്കൊക്കെ സന്ദേശങ്ങളുണ്ട്. ആരോഗ്യവാനായി ജീവിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ രോഗിയായി ജീവിച്ചു. അപ്പോൾ എല്ലാ വർഷവും ജന്മദിനത്തിനോട് അടുപ്പിച്ച് ഞങ്ങളൊരു 1.5 മാസം 2 മാസം കൂടുമ്പോൾ ഞങ്ങളൊന്ന് പോകും. ചായയൊക്കെ തരും, കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞു പോരാൻ വേണ്ടിയിട്ട് ചെല്ലും. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു, എത്ര കുട്ടികൾ ഉണ്ടാവും ഇടക്ക് ചോദിക്കും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ബർത്ത്ഡേ ആകാനായിട്ടുണ്ട്. ബർത്ത്ഡേക്ക് കുട്ടികൾക്കൊക്കെ മിഠായി തരും. സ്കൂളിലെ ആ കുട്ടികൾക്കൊക്കെ മിഠായി കൊടുക്കാൻ വേണ്ടി ചോദിച്ച ഒരു കൊല്ലം പറഞ്ഞ വാക്കുകളാണ്, ആരോഗ്യവാനായി ജീവിച്ചതിനേക്കാൾ കൂടുതൽ രോഗിയായി ജീവിച്ചു. നമ്മുടെ തലമുറക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഉപദേശമാണ്. ഉള്ള രോഗങ്ങളും പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്, ഉള്ള ആരോഗ്യം മുൻവെച്ച് പ്രവർത്തിക്കുകയാണ്. മാഷ വയസ്സ് 73 ആയിരുന്നു. 36-ൽ എനിക്ക് പ്രമേഹം വന്നിട്ടുണ്ട് ഷെഫീഖെ, ഇപ്പോൾ 73 വയസ്സായി എന്ന് പറഞ്ഞ അത്രക്ക് വലിപ്പമുള്ള ഹാജി KT കുഞ്ഞാലിക്കുട്ടി മാസ്റ്ററുടെ ശിക്ഷണത്തിലാണ് ഞാൻ, സമദ് മാഷ് തുടങ്ങിയ ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്ന, നമ്മുടെ മുബാറക്ക് മാഷാവട്ടെ, ഞാൻ വന്നിട്ടാണ് പോകുന്നത്. ഇനി എന്നെ കൊണ്ട് കൊണ്ടുവന്നൊരാൾ, എനിക്ക് വണ്ടൂരിനെ കുറിച്ച് അറിയുന്നതിന് പോലും ഈ യത്തീംഖാന സ്കൂൾ കാണാതെ വണ്ടൂർക്കാരനായ ഞാനും തന്നെ ഇങ്ങോട്ട് വരുന്നു. ഈ പടയാളിപ്പറമ്പിലാണ് തറവാട്. തായങ്കോട് പടയാളിപ്പറമ്പിലെ മൂലിയന്മാരെ കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ. ഞങ്ങളുടെ സൗകര്യാർത്ഥം കാട്ടുമുണ്ടയിലേക്ക് താമസം മാറി അവിടെ ജീവിക്കുമ്പോൾ ഈ സ്കൂൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ സ്കൂളിലേക്ക് എന്നെ കൊണ്ടുവന്നത്, എന്നെ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ തന്ന മുഹമ്മദ് അലി മാഷ് എന്ന കുഞ്ഞുട്ടി മാഷാണ്. അവന് ജോലി ഞാൻ വാങ്ങിക്കൊടുക്കും എന്ന് 2ാം വർഷ TTC ആയപ്പോഴേ ഉപ്പാനോട് പറഞ്ഞിട്ടുണ്ട്. ഉപ്പയാവട്ടെ, നിങ്ങളാരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന അവരിൽ ആരെങ്കിലും അങ്ങനൊരു സ്വഭാവം ഇല്ലെങ്കിൽ അടുത്ത് തന്നെ തുടങ്ങേണ്ട സ്വഭാവം. ഉപ്പ ഏത് സ്ഥലത്ത് ജോലി ചെയ്യും? പള്ളിയിലെ ജോലി, മുസ്ലിയാരെ ജോലിയാണ്. അത് കഴിഞ്ഞു വരുമ്പോൾ എവിടെയാണോ ബസ് ഇറങ്ങുന്നത്, ബസ്സിനാണ് വരുന്നത്, ബസ്സിൽ അവിടെ അടുത്തൊരു കടയിൽ ആ ബാഗ് ഏൽപ്പിച്ച് ഞങ്ങൾ ഏത് സ്കൂളിലാണോ അവിടേക്ക് ഉപ്പ വരും. PTA മീറ്റിംഗ് ഒന്നും വേണ്ട, മാഷന്മാരെ കണ്ട് എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കാൻ വളരെ സൗഹൃദപൂർവ്വമായി ഞങ്ങൾ വരുമ്പോൾ ഒരുപാട് വിഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവരുന്ന പ്രിയങ്കരനായ ഉപ്പയാണ്. 2 പേരും ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. കുഞ്ഞാലിക്കുട്ടി മാഷൊപ്പമില്ല. അതിനുശേഷം വന്ന സമദ് മാഷൊക്കെ ചെയ്തു തന്ന സേവനങ്ങൾ പറയുമ്പോൾ രഹസ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് പകരമാകുമെന്ന് കരുതി കഴിഞ്ഞിട്ടല്ല. ഞാനും സമദ് മാഷും ചെന്നിട്ട് സമദ് മാഷ് എന്ന മാനേജറോട് ചോദിച്ചു, കുറച്ച് കുട്ടികൾ കിട്ടിയാൽ നമുക്കൊരു അഡീഷണൽ ഡിവിഷൻ ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ വർത്താനം തീരുന്നില്ല. അപ്പോൾ സമദ് മാഷ് ചോദിച്ചു, എന്താ അപ്പം? അല്ല ഒന്നുമല്ല അങ്ങനെ. അപ്പോൾ എന്താ, ഷെഫീഖിന് ഭാര്യയുണ്ട്, ഭാര്യയ്ക്ക് ഇവിടെ പോസ്റ്റ് കിട്ടുമോ എന്ന് ചോദിക്കാനാണ്. ആ കുട്ടികളുണ്ടാക്കിക്കോളി, നമുക്ക് നോക്കാം. ആ പോസ്റ്റ് നമ്മളിൽ നിന്നും ഡിമാൻഡ് ചെയ്തതിലധികം പറഞ്ഞു വന്നിട്ടും നമുക്ക് തന്നെ അനുവദിച്ച് റംല എന്നയാളെ ഇവിടെയാക്കി. ഞങ്ങൾക്ക് ജനിച്ച 2 കുട്ടികൾ സഫിയ ടീച്ചർ പറഞ്ഞ പോലെ ഈ യത്തീംഖാന സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയമൊക്കെ തുടങ്ങിയിരുന്നു. ഞങ്ങളെ കുട്ടികളൊക്കെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കുമ്പോഴും എൻ്റെ മക്കളെ 2ആളെയും മലയാളം മീഡിയത്തിൽ പഠിപ്പിച്ചു. അതിൽ മൂത്തവൻ ഇന്ത്യയിലെ 1ാമത്തെ IIT ആയ ഖരഗ്പൂർ IITയിൽ നിന്നാണ് ബിരുദാനന്തര ബിരുദം വിത്ത് MTech അവൻ കഴിഞ്ഞു വരുന്നത്. നമ്മുടെ ഈ സ്കൂളിൽ പഠിച്ച കുട്ടി
അതാ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മേഖലകളിലും. ഇപ്പം രണ്ടാമത്തവൻ 10ാം ക്ലാസ്സാണ്. ഈ 2 കുട്ടികളെയും പഠിപ്പിച്ച് ഇത്രയും നല്ല ഒരു ജീവിതം, ഇത്രയും നല്ല ചുറ്റുപാട്. അനിയൻ നിങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ വളർന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഞങ്ങൾക്കും കുടുംബത്തിനും വന്ന മാറ്റം നമ്മുടെ നാടിന് വന്ന മാറ്റത്തിനേക്കാൾ വളരെ ഉയർന്ന ശതമാനത്തിലാണ് നിലകൊള്ളുന്നത്. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി നന്ദി പറയുകയാണ് ഈ പ്രിയങ്കരായ ആളുകൾക്കൊക്കെ. ഞാൻ ആ പറഞ്ഞ ആളുകളൊക്കെ നല്ല മതവിശ്വാസികളും നമസ്കരിക്കുന്നവരൊക്കെ ആയതുകൊണ്ട് തീർച്ചയായും എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, അതുപോലെ കുഞ്ഞാലിക്കുട്ടി മാഷ്, സമദ് മാഷ്, എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ മദാരി, ഇവരിപ്പറഞ്ഞ മദാരിയൊന്നും അല്ല എൻ്റെ മദാരി. അതിനേക്കാൾ എന്നോട് അടുപ്പം കാണിച്ചിരുന്ന ആളായിരുന്നു മദാരി. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യുമ്പോൾ സ്വന്തമായി ഒരു വീട് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. സ്വന്തം വീടുണ്ട്, മെയിൻ റോട്ടിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം, പക്ഷെ പുതിയൊരു വീടുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മുടെ സ്കൂളിൽ നിന്ന് 2000 എന്ന് പറഞ്ഞ ആദ്യത്തെ യാത്ര 2000 നമ്മൾ പേരിട്ട് തുടങ്ങുന്നത്. ഇപ്പം യാത്ര 26-ലെത്തി. ഈ പിരിഞ്ഞു പോകുന്നവരൊക്കെ യാത്ര 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 എന്ന് പറഞ്ഞ് യാത്ര 2000 കഴിഞ്ഞ് മദാരി മാഷക്ക് വണ്ടൂരിലെ ആളുകളെ, നമ്മുടെ സമദ് മാഷ മൂത്ത ജ്യേഷ്ഠനുണ്ട് കരീമ, അതുപോലെ സുബ്രഹ്മണ്യൻ, അവരെയൊക്കെ കൊണ്ടുപോയി ഒരു വീട് വെച്ച് കൊടുക്കുന്ന തരത്തിലുള്ള ബന്ധവും സൗഹൃദവും കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പുതിയ തലമുറയുമായും നല്ല, അതായത് അവരുടെയും ഞങ്ങളുടെയും പാന്താവുകൾ വ്യത്യസ്തമാണ്. ഇജാസ്, ഫാസിൽ, ഹബീബ് എൻ്റെ സ്റ്റുഡൻ്റ് കൂടിയാണ്. ആ തലമുറയും ഞങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ സ്കൂൾ എന്ന വികാരം എല്ലാവർക്കും ഒന്നാണ്. ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നത് സ്കൂളിലാണ്. സ്കൂളിലെ ഓരോ പ്രവർത്തനവും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതുമാണ്. അതുകൊണ്ട് അവരെയും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, അതിനു മുമ്പ് ഞാൻ അവർക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അവരെയൊക്കെ നമുക്കും അവർക്കുമൊക്കെ നാളെ സ്വർഗീയ ആരാമത്തിൽ ഇടം നൽകി പടച്ച തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നല്ലൊരു പ്രാർത്ഥനക്കാരൻ തന്നെയാണ്. നിങ്ങളോടും പറയാനുള്ളത് അതാണ്. ഭാവി ജീവിതം, ശിഷ്ടജീവിതം. ഞാനൊരു തിങ്കളാഴ്ചയാണ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. ഒരു തിങ്കളാഴ്ച. മാർച്ച് 31 ഒരു ചൊവ്വാഴ്ചയുമാണ്. എൻ്റെ കണക്കിന് ആയുസിൽ 2 ദിവസങ്ങളെ ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉപയോഗപ്പെട്ടിട്ടുള്ള ഒരു തിങ്കളാഴ്ച, ഒരു ചൊവ്വാഴ്ചയും. ജൂലൈ 16, 1990 തിങ്കളാഴ്ചയായിരുന്നു. ജൂലൈ 15 ഞായറാഴ്ചയായ കാരണം ചേരാൻ പറ്റിയില്ല. മുഹമ്മദ് മാഷ് വരാൻ പറഞ്ഞു. മുഹമ്മദ് മാഷ് കൊണ്ടുപോയിട്ട് നമ്മളെ ഗോപാലിൻ്റെ ചായക്കടയിൽ കൊണ്ടുപോയിട്ട്, ജമാൽ ഇന്ന് 2 ചോറ് വേണം. അതായത് സാധാരണ ഒരു ഊണ് കഴിക്കുന്ന ആള് അന്ന് 2 ചോറ് വാങ്ങി എന്നെ പരിചയപ്പെടുത്ത്, അതിൻ്റെ പൈസയൊക്കെ അഭിമാനപൂർവ്വം കൊടുത്തു. അങ്ങനെയുള്ള ഒരു സന്തോഷമൊക്കെ ഞങ്ങൾ ഈ ഇരിക്കുന്ന അധ്യാപകരിൽ എല്ലാവർക്കും കിട്ടിയിട്ടില്ല. ഒന്നാള് അതുപോലെ മുബാറക് മാഷ് സംസാരിച്ചപ്പോൾ സ്വന്തം അമ്മാവനായിരുന്നു മദാരി. ആ ബന്ധം എന്തായാലും എനിക്ക് മദാരിയോടില്ല എന്നതുപോലെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്തു കൊടുത്ത് ഒരു ശിഷ്യന് ആദ്യ ദിവസത്തെ ചോറ് വാങ്ങിക്കൊടുത്ത് അവനെ സ്കൂളിലേക്ക് പിടിച്ചു കൊണ്ടുവന്നിരുത്തിയ ആ മഹത്തായ ഒരു പാരമ്പര്യം, അദ്ദേഹം ഏൽപ്പിച്ചൊരു ചുമതലയുണ്ട്, അവർ പഠിപ്പിച്ച പാഠങ്ങളുണ്ട്. അതിൻ്റെ 10-1 പോലും നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മദാരി ചെയ്തതിൻ്റെ 10-1 ഭാഗം മുഹമ്മദ് അലി മാഷ് ഓഫീസും സ്റ്റാഫും സ്കൂളും കൊണ്ട് നടന്നതിൻ്റെ 10-1 ഭാഗം പോലും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അവർക്ക് അത്രയേറെ വലിയ മഹാവൃക്ഷങ്ങളായിരുന്നു. അവരുടെ തണലിൽ വളർന്ന് ഇത്രയെങ്കിലുമായി നീണ്ട 36 കൊല്ലം. ഞാൻ വിശ്വസിക്കുന്നതാ പറയുന്നത്. തിങ്കളും ചൊവ്വയുമേ കഴിഞ്ഞിട്ടുള്ളൂ. ബുധനും വ്യാഴവും വെള്ളിയും ശനിയും ഞായറും ഇനിയും വരാനിരിക്കുന്നു. വരട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് എല്ലാവരും ഞങ്ങളെയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മുടെ കലാലയം എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു കുട്ടിക്കും ഒരു അപകടവും വരാതെ എല്ലാ ദിവസവും നന്നായി പ്രവർത്തിക്കുന്ന, മറ്റൊരു കാരണത്താലും വിദ്യാഭ്യാസത്തിന് ഇവിടെ എന്ത് കോർവ് വന്നാലും നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം അതാണിത്. ഇവിടെ പുറത്തുനിന്ന് വന്ന ഒരാളുമില്ല, നമ്മൾ തന്നെയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് എന്ത് പറ്റിയാലും, അവർക്ക് വീണാലൊരു മുറിവ് പറ്റിയാൽ മലയാളം പഠിപ്പിക്കുന്ന ഫാസിൽ മാഷ് അവിടെ വെച്ചിട്ട് കാറെടുത്ത് ആ കുട്ടിയെ കൊണ്ടുപോയി ആശുപത്രിയിൽ കാണിച്ച് അതിനിടയ്ക്കാ രക്ഷിതാക്കളെ നമ്മൾ വിളിക്കുന്നത്. അവർക്ക് വേണ്ടത് എത്തിച്ചു കൊടുത്തയക്കുന്ന ഈ സംസ്കാരമുണ്ടല്ലോ, ഇതിലേറെ വലുതാകട്ടെ. അതാണ് പറഞ്ഞത്. നമ്മുടെ കുട്ടികളെ LPയും UPയും കഴിഞ്ഞ് പോകേണ്ടവരല്ല, ഹൈസ്കൂളിൽ മുഴുവനായി പഠിപ്പിച്ച് +2 പഠിപ്പിച്ച് അവർക്ക് നല്ല ജോലി വാങ്ങിക്കൊടുത്ത്. ഇപ്പം എൻ്റെ മോനൊക്കെ പറഞ്ഞ് അവനൊക്കെ വലിയ സാലറി വാങ്ങുന്ന കൂട്ടത്തിലേക്ക് എത്തിച്ചേർന്നു. എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും മക്കൾ വളരെ നല്ല രീതിയിലാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളൊക്കെ വളരെ ഉന്നതമായ നിലവാരത്തിൽ എത്തിച്ചേർന്നത് ഈ മണ്ണിൻ്റെയും ഈ സ്ഥാപനത്തിൻ്റെയും ഒരു പവറാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന എല്ലായ്പ്പോഴും ഉണ്ടാവണം. പ്രാർത്ഥിക്കില്ലേ? നിങ്ങളൊക്കെ പ്രാർത്ഥിക്കൂല്ലേ?
നിർത്തുകയാണ്. മലയാളം വളരെ ഇഷ്ടമാണ്, കവിത ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വരി കവിത കൂടി ചൊല്ലി ഞാൻ നിർത്താം. പാടട്ടെ? റെഡിയല്ലേ? കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുമുൾ കണ്ണു വേണം അണയാത്ത കണ്ണ്, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കുമുൾ കണ്ണു വേണം അണയാത്ത കണ്ണ്. അങ്ങനെയുള്ളവരാവട്ടെ നമ്മളും നമ്മുടെ മക്കളും. താങ്ക് യു ഷഫീഖ് മാഷ്. അടുത്തതായി അടുത്ത പ്രധാന അധ്യാപകൻ അൻവർ മാഷ് ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ പ്രിയ ഷഫീഖ് മാഷിനും സഫിയ ടീച്ചറിനും നമ്മുടെ LP UP ഹൈസ്കൂൾ സ്റ്റാഫിൻ്റെ ഒരു ആദരവ് പറഞ്ഞതുപോലെ എല്ലാ ടീച്ചേഴ്സും വേദിക്കരികിലേക്ക് വരണം. അവസാനം ഈ നന്ദി പ്രകാശം എന്നുള്ളത് എല്ലാവർക്കും വളരെ ഇറിറ്റേഷനായ ഒരു സംഗതിയാണ്. ഇതിന് കഴിഞ്ഞിട്ട് വേണം കുട്ടികളെ പരിപാടി. ഞാൻ ഒന്നും നീട്ടുന്നില്ല. ഏതായാലും ഞാൻ ഷഫീഖ് മാഷെ കൂടെ സമദ മാഷെ കൂടെ 20 വർഷത്തിലധികം വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ കഴിവുള്ള ഹെഡ് മാഷന്മാരാണ് അവർ 2 പേരും. ഒരു അധ്യാപകൻ എന്ന നിലക്ക് ധാരാളം അനുഭവങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കുറേ അനുഭവങ്ങൾ കയ്യിലുള്ള ഒരു അധ്യാപകൻ എന്ന നിലക്ക് ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് കുറേ നൂതനമായ ഈ കാലഘട്ടത്തിൽ പുതിയ ടെക്നോളജികൾ വളർന്ന് പന്തലിച്ച് വിദ്യാർത്ഥികൾ അധ്യാപകരെക്കാളും അറിവുള്ള ഒരു കാലത്താണ് ഇനി കുട്ടികളെ പഠിപ്പിക്കാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ സ്ഥാപനത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച KT അഷ്റഫ് സാഹിബ്, അതുപോലെ സ്വാഗതം ആശംസിച്ച UPHM ഷിഹാബുദ്ദീൻ, അതുപോലെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് KT ശംസുദ്ദീൻ, മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അജ്മൽ, ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച PK മുബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഉമ്മർകുട്ടി മെമ്പർ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ സിറാജ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, CTP ഉണ്ണിക്കമ്മു, അതുപോലെ കരീം മാഷ്, അതുപോലെ പഞ്ചായത്ത് മെമ്പർ CP ചെറി, സെലീന ടീച്ചർ, സഫീർ, അലവിക്കുട്ടി, ഷമീർ KT, അഖില, രാധ, നൗഷിദ, സമദ് മാഷ്, മുബാറക് മാഷ്, മുനീർ മാഷ്, സബാഹ് മാഷ്, ഉമ്മർ മാഷ്, അതുപോലെ എല്ലാവർക്കും ഈ ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.